വചനോത്സവം ഓൺലൈൻ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങൾക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ച എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന സാന്നിധ്യമുള്ള നമ്മുടെ കർത്താവായ ഈശോയെ നമുക്ക് ആരാധിച്ച് നമുക്ക് ഉറങ്ങുവാനായി പോകാം. ഈശോയുടെ അധരങ്ങളിൽ നിന്നും വന്ന വചനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്കിന്ന് വിശ്രമിക്കുവാനായിട്ട് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കും: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മുദ്രപ്പെടുത്തുവിൻ. വിശുദ്ധ പൗലോസ്ലീഹയുടെ പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുത്തുകൊണ്ട് ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം നമ്മൾ പലതും വിലയ്ക്ക് വാങ്ങാറുണ്ട്. ചെറിയ വസ്തുക്കൾ മുതൽ വലിയ മൂല്യമുള്ള വസ്തുക്കൾ വരെ നമ്മൾ വിലയ്ക്ക് വാങ്ങാറുണ്ട്. ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വസ്തുക്കൾക്ക് ഇപ്പോൾ വലിയ സ്വർണങ്ങളോ രത്നങ്ങളോ അങ്ങനെയുള്ള മൂല്യമേറിയ വസ്തുക്കൾ വാങ്ങണമെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒത്തിരിയേറെ പണം നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. മൂല്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പണം നമ്മൾ മുടക്കണം, അല്ലേ? നമുക്കറിയാം, വില കൂടിയ ഒരു കാറ് വാങ്ങണമെങ്കിൽ കോടിക്കണക്കിന് രൂപയോളം നമ്മൾ കൊടുക്കണം. കുറേ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള കാറ് വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർണം കുറേ അധികം വാങ്ങണമെങ്കിൽ, മൂല്യമേറിയ വസ്തുക്കൾ വാങ്ങണമെങ്കിൽ നമുക്ക് പണം കൂടുതലായിട്ട് മുടക്കേണ്ടതായിട്ടുണ്ട്. ഈശോ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഈശോ വിലയ്ക്ക് വാങ്ങിയത് എന്താണ്? നമ്മളെയാണ്, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, വ്യക്തികളായ നമ്മളെ ഓരോരുത്തരെയും ഈശോ വിലയ്ക്ക് വാങ്ങി. ഈശോ വിലയ്ക്ക് വാങ്ങിയത് പണം കൊടുത്തുകൊണ്ടല്ല, സ്വന്തം ശരീരം കൊടുത്തുകൊണ്ടാണ്. പീഡാസഹനങ്ങളിലൂടെ ഗസവനയിൽ പ്രാർത്ഥിച്ചപ്പോൾ അനുഭവിച്ച മാനസിക വേദന മുതൽ, ശിരസിൽ മുൾമുടി അണിഞ്ഞത്, അതോടൊപ്പം തന്നെ ചമ്മട്ടികൾ അടിക്കപ്പെട്ടത്, അതോടൊപ്പം കുരിശ് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ 3 തവണ വീണത്, കുരിശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെടുന്നത്, ആ കുരിശിൽ കിടന്നപ്പോൾ ഉണ്ടായ വേദന, കുരിശ് മരണം, അതിലൂടെയൊക്കെ ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങി. തൻ്റെ പീഡാസഹനങ്ങളിലൂടെയും കുരിശ് മരണത്തിലൂടെയുമാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. സ്വന്തം ശരീരം കൊടുത്തുകൊണ്ട് തന്നെ ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും അത്രയ്ക്കും മൂല്യമുള്ളതാണ് ഈശോയ്ക്ക് എന്നുള്ളതാണ്. ഈശോയ്ക്ക് നമ്മളെ അത്രയ്ക്കും മൂല്യമുള്ള വ്യക്തികളായിട്ട് നമ്മളെ കാണുന്നത്, വിലയേറിയ വ്യക്തികളായിട്ടാണ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും കാട്ടിലും വിലയേറിയവരായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോ കണക്കാക്കുന്നത് എന്നതുകൊണ്ടാണ് സ്വന്തം ശരീരവും വേദനകളും സഹനങ്ങളിലൂടെയും ഒക്കെ സഹിച്ചുകൊണ്ടും ശരീരം വിട്ടു തന്നതുകൊണ്ട് ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ, ദിവ്യഗാനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, ഗാനത്തിന് ഈരടിയിലൂടെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊരു ബോധ്യമായി വളരുവാൻ കൃപ തരണം. നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വലിയ മൂല്യമുള്ള വ്യക്തികളാണ്. ഈശോയ്ക്ക് മൂല്യമുള്ള വ്യക്തികളായതുകൊണ്ട് ഈശോ അത്രമേൽ സ്വന്തം ശരീരം വിലയ്ക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മളെ വാങ്ങിയിരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരും വലിയ മൂല്യമുള്ളവരാണ് എന്നുള്ളത്, വേണ്ടപ്പെട്ടതാണ്, അങ്ങേക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് അങ്ങ് സ്വന്തം ശരീരം നൽകിക്കൊണ്ട് സഹനങ്ങളിലൂടെ പീഡകളൊക്കെ സഹിച്ചുകൊണ്ട് മാനസിക വേദനകളൊക്കെ സഹിച്ചുകൊണ്ട് കുരിശുമരണത്തിലൂടെ ഞങ്ങളെ സ്വന്തമാക്കിയത് എന്ന് മനസ്സിലായി. കർത്താവേ, ഇതൊരു ബോധ്യത്തിൽ എന്നും ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഒരു ഗാനം ആലപിച്ച് നമുക്ക് ഈശോയോട് യാചിക്കാം. ദൈവമേ, നിൻ
സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇത് തന്നെയാണ്. വചനം ഇതാണ്, 1 കൊറിന്തോസ് 6 അധ്യായം 20 വാക്യം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും, ഈശോയ്ക്ക്, ദിവികാരുണ്യ ഈശോയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് സ്വന്തം ശരീരം നൽകിക്കൊണ്ട്, പീഡകൾ സഹിച്ചുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി, ഈശോ വിലയ്ക്ക് വാങ്ങിയതായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയുടേതാണ്. നമ്മൾ നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ ഭാവനകളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, വാക്കുകളാകട്ടെ, ഇതെല്ലാം ആഗ്രഹങ്ങളാവട്ടെ, ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മളെ ഈശോ വാങ്ങിയേക്കുന്നതാണ്. നമുക്കറിയാം, നമ്മളൊരു സാധനം വാങ്ങിയാൽ ഞാൻ സാധനം വാങ്ങിയാൽ അത് എൻ്റേതാണ്, മറ്റുള്ളവർക്കുള്ളതല്ല. അപ്പൊ ഞാനാണ് ആ സാധനത്തെ, ആ വസ്തുവിനെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഉപയോഗിക്കും. ആ വസ്തുവിൻ്റെ ഇഷ്ടമൊന്നുമില്ല, എൻ്റെ ഇഷ്ടമാണ് ആ വസ്തുവിനെ എങ്ങനെ ഉപയോഗിക്കണം, അത് എവിടെ ഇരിക്കണം, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടണമെന്ന് ആ വസ്തുവിനുള്ള പൂർണ്ണമായ അധികാരം എനിക്കാണ്. അതുപോലെ നമ്മളെയും ഈശോ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമുക്ക് നമ്മുടെ മേലുള്ള പൂർണ്ണമായ അധികാരം ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈശോ നൽകുന്ന സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക, നമുക്കത് മാത്രമേ ചെയ്യാനുള്ളൂ. ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം, പൂർണ്ണമായ നമ്മുടെ മേലുള്ള നമ്മുടെ തന്നെയുള്ള അധികാരം വിട്ടുകൊടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുക. നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം തരണമേ എന്ന് ഈശോയോട് യാചിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ബോധ്യം, നമ്മൾ ഓരോരുത്തരും ഈശോ വിലയ്ക്ക് വാങ്ങിയതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലുള്ള അധികാരം നമുക്കല്ല, ഈശോയ്ക്കാണ്. നമ്മുടെ അധികാരം പൂർണ്ണമായിരിക്കും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഈശോയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യം നൽകണമെന്ന് ഈശോയോട് പറയാം. അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം